വളരെ നാളുകൾക്ക് ശേഷം തുർക്കിക്കെതിരെ പ്രത്യക്ഷമായി വലിയ തെളിവുകളടക്കമുള്ള ആരോപണങ്ങളുമായി ഇപ്പോൾ ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നു. ഇത്തവണത്തെ ഒരു പ്രത്യേകത ഇസ്രായേൽ മാത്രമല്ല, കൂട്ടിന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമുണ്ട്. വിവിധ രാജ്യങ്ങൾ സംയുക്തമായിട്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹമാസ്, തുർക്കിയും ഖത്തറും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹമാസിന്റെ ഗ്രൂപ്പുകൾ യൂറോപ്പിലുടനീളം ശൃംഖലകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഒരു ഉത്തരവ് വന്നാൽ ഒരു നിമിഷം തന്നെ എല്ലായിടത്തും ഒരുമിച്ച് ആക്രമണത്തിന് കോപ്പ് കൂട്ടുകയായിരുന്നു. ചിലരിൽ നിന്നുമൊക്കെ ആയുധങ്ങൾ പിടിച്ചെടുത്തു, ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വിയന്നയിൽ ഓസ്ട്രിയയുടെ സ്റ്റേറ്റ് സെക്യൂരിറ്റി ആൻഡ് ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് സംയുക്തമായ ഒരു തെരച്ചിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നടത്തുകയുണ്ടായി. മൊസാദിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, മൊസാദ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ റെയ്ഡ്. ഈ റെയ്ഡിൽ ഈ ഹമാസിന്റെ അനവധി ശൃംഖലകൾ പല യൂറോപ്യൻ രാജ്യത്തു നിന്നും കണ്ടെത്താൻ കഴിഞ്ഞു. ഇതാദ്യമായാണ് ഹമാസിന്റെ പ്രധാന ഹെഡ് ഓഫീസായി തുർക്കി മാറുന്ന വിവരം പുറത്തു വരുന്നത്. നേരത്തെ അത് ഇറാൻ പിന്തുണയ്ക്കുകയും ഖത്തറിൽ അവരുടെ ഓഫീസ് അടക്കം ഉണ്ടാകുകയും ഖത്തർ ഒരു മെയിൻ തലയായി പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമായി ഹമാസിന്റെ ഓഫീസുകളും മറ്റും നിലനിൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി തുർക്കി കേന്ദ്രമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. തുർക്കിയും ഖത്തറിലും ഉള്ള ഗ്രൂപ്പുകളാണ് ഈ യൂറോപ്പിലുടനീളം ഹമാസിന്റെ ശൃംഖല സ്ഥാപിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകുന്നത്. ഒരു ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലായിടത്തെയും ശൃംഖലകൾ. ഇവരെ തീർക്കുക എന്നുള്ളൊരു ലക്ഷ്യവുമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ മുൻപോട്ട് നീങ്ങുന്നത്. ഏതായാലും ഖത്തറും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അത്ര ഊഷ്മളമല്ല. കഴിഞ്ഞ കുറേ നാളുകളായി യുദ്ധത്തിന്റെ വക്കിൽ തന്നെയാണത്. ഇസ്രായേലിന്റെ കപ്പലുകൾക്ക് തുർക്കി തുറമുഖം അനുവദിക്കാത്തതും ഇസ്രായേലിന്റെ പ്രസിഡന്റിന് തുർക്കിക്ക് മുകളിലൂടെ പറക്കാൻ ഉള്ള വ്യോമപാത നൽകാത്തതുമെല്ലാം ഇതിൽപ്പെടും. ഏതായാലും ആ സംഘർഷം ഒരു വലിയ യുദ്ധത്തിലേക്ക് എത്തുമോ എന്നാണ് ലോകം ഭയക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.